പരസ്യം. അൻവറിനെ ലയിക്കാൻ പാർട്ടി ആവശ്യമുണ്ട്. തിരക്കില്ലാത്ത രാഷ്ട്രീയക്കാരൻ തന്നെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത്. അൻവറിന്റെ യോഗ്യതകൾ: എക്സ് CPM കടന്നൽ, എക്സ് DMK നിലമ്പൂർ ഘടകം നേതാവ്. നമുക്കൊരു ഡൽഹി രാഷ്ട്രീയത്തിലൊരു നോട്ടമുണ്ടല്ലോ, സത്യമുള്ളൂ. ദേശീയ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള അനുയോജ്യരിൽ നിന്ന് ലയന സാധ്യത തേടുന്നു. മണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ 3-4 സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും. ഇത് അൻവർക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതേ, നിങ്ങളിപ്പോ ക്ലച്ചില്ലാത്ത വണ്ടീന്റെ അവസ്ഥയിലായോ എന്ന്. ക്ലച്ചില്ലെങ്കിലും വണ്ടിയോട് പോകും. അത് പണ്ടായിരുന്നു ക്ലച്ച്, ഇപ്പൊ ക്ലച്ചില്ലല്ലോ. ക്ലച്ചൊന്നും വേണമെന്നില്ല, ലയിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഒരു മാസത്തിനിടെ ലയിക്കാൻ ഏറ്റവും കൂടുതൽ പാർട്ടി ആസ്ഥാനങ്ങൾ സന്ദർശിച്ച നേതാവ് എന്ന റെക്കോർഡ് നിലമ്പൂർ ഘടകം DMK നേതാവ് PV അൻവറിന് സ്വന്തം. ആദ്യം അദ്ദേഹം പോയത് DMK തമിഴ്നാട് ഘടകത്തിൻ്റെ അടുത്തേക്ക്. ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ന് ഇന്ത്യയിൽ ഒരു സംശയം നിങ്ങൾ കരുതണ്ട. അല്ല, എന്താണ് നിങ്ങൾ DMK ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ? തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ആശീർവാദം വേണം. ആ ആശീർവാദം തേടിപ്പോയതാ ഞാൻ. എന്നിട്ട് സ്റ്റാലിനെ 2 വാക്കിൽ പുകഴ്ത്തിക്കോ കേട്ടോ. ദ്രാവിഡ മുന്നേറ്റ കഴകം സ്റ്റാലിനെ പോലെയുള്ള ഒരു നേതാവിനെ ഈ സാമൂഹിക മുന്നേറ്റത്തിന് അതിന് താങ്കളുടെ ആശീർവാദം വേണം. DMKനെ ഇത്രയൊക്കെ പുകഴ്ത്തിയെങ്കിലും ഒത്തില്ല. അങ്ങനെ DMK ലൈറ്റ് ഉണ്ടാക്കി. ഒരു സാമൂഹിക മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഈ മണ്ണിൽ പിറക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും. 2-2.5 മാസം കഴിഞ്ഞെങ്കിലും ആ ലയനം നടന്നില്ല. ബന്ധം ഉലഞ്ഞോ? DMKയുമായുള്ള ബന്ധം ഉലഞ്ഞതല്ല, ഉലയിപ്പിച്ചതാണ്. ആരാണ് അതിന് പിന്നിൽ? ഇങ്ങക്കാരെങ്കിലും സംശയമുണ്ടോ? അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് നേരിട്ട് ഇടപെട്ടിട്ട് എന്താ ചെയ്തേ? സ്റ്റാലിനുമായി അദ്ദേഹം ഒരു കാരണവശാലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യമായി അത് ഉന്നയിക്കുകയും. ഇനി എന്തെല്ലാം നിങ്ങളെ ഫ്യൂച്ചർ പ്ലാന്? ടൈമിംഗ് വളരെ ക്രൂഷ്യലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പാർട്ടി ഉണ്ടാക്കണം, അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണം. ഞങ്ങൾ 2-3 സമരങ്ങൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്തിട്ട് കുറേ. അല്ല, നിങ്ങളിപ്പോൾ എന്താണ് അന്വേഷിക്കുന്നത്? വേര് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ മരമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ നിലപാടെന്താണ്? ഒരു ഗോഡ് ഫാദർ നാഷണൽ ലെവലിൽ വേണമെന്നുള്ള നിലപാട് തന്നെയാണ്. ഓക്കെ, ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല, പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിന്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും. വീണ്ടും ഓക്കെ. അല്ല, ഇതുവരെ എത്ര പാർട്ടികളുമായിട്ട് ലയനത്തിനുള്ള സാധ്യത നിങ്ങൾ അന്വേഷിച്ച്? നമ്മളിപ്പോൾ ഈ പറയുന്ന 3-4 പാർട്ടിയുടെ നാഷണൽ ലീഡർഷിപ്പുമായിട്ട് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ തൃണമൂലുണ്ട്. തൃണമൂലെങ്കിലും മമത കാണിച്ചാൽ മതിയായിരുന്നു. ആരുമായിട്ടായിരുന്നു ടോക്ക്? നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ അതിൻ്റെ ഹൈ എൻഡ് ലീഡേഴ്സുമായിട്ടാണ്. തൃണമൂല് കൂടാണ്ട് വേറെ ആരെങ്കിലും ആയിട്ട് എൻക്വയറി നടത്തിയോ? BSP നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. BSP ഓക്കെയാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നം. ഇപ്പം BSPയിലെ വിഷയം എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഒന്ന് വളരെ മോശമാണ്. അവസ്ഥ മോശമായതുകൊണ്ട് അതും വിടാം. ഇനി ഏത് പാർട്ടിയാണുള്ളത് അൻവർക്കൊക്കെ ലയിക്കാൻ പറ്റിയേ? ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടി ഉണ്ട് കേട്ടോ. നിതീഷിന്റെ ലീഡർഷിപ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അതും കഴിഞ്ഞ. അല്ല, നിതീഷ് ആയിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുമോ? നിതീഷിന്റെ ലീഡർഷിപ്പ് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതാകെ ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് തിരക്കില്ലാത്ത ആളാണ്. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയില്ല ഇവിടെ വന്നിരിക്കുന്നത്. പരസ്യം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ലയിക്കാൻ അൻവർ പാർട്ടിയെ തേടുന്നു. നല്ല ഉറപ്പുള്ള, നല്ല ശിഖരങ്ങളുള്ള, നാളെ എന്താ പറയുക, നന്നായിട്ട് വളർന്ന് പന്തലിക്കാൻ കഴിയുന്ന നല്ല പച്ചപ്പുള്ള മരമാണ് ഞങ്ങൾ തേടുന്നത്. അല്ല, നിങ്ങൾ മലപ്പുറത്തല്ലേ?
നിങ്ങൾക്ക് ലീഗുമായിട്ട് ഒന്ന് സഖ്യത്തിന് ശ്രമിച്ചൂടായിനോ? ചായക്ക് ക്ഷണം ശ്രമിച്ചിരുന്നു. നല്ല ഓംലറ്റും പുട്ട് കടലൊക്കെ കിട്ടി. എന്താണ് തമാശയാക്കാണ്? 4-5 ലയന ആലോചനകൾ വന്ന് എല്ലാം പരാജയപ്പെട്ട്. ഇനി നമുക്ക് UDF-ആയിട്ട് ഒരു സഖ്യത്തിന് ശ്രമിച്ചോക്കാം. നിങ്ങൾ ആദ്യം തന്നെ ആ VD സതീശനെ ഒന്ന് ചെറുതായി പുകഴ്ത്തിക്കോ. VD സതീശൻ വ്യക്തിപരമായി അതിനെ തടഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പോഴില്ല. അന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴുണ്ടായിരുന്നു. അതെ, പിന്നെ അൻവറിനെ നിങ്ങളൊപ്പരം ലയിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു മോഹമുണ്ട്. UDF-ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തുന്ന പ്രശ്നമില്ല. നിങ്ങളെ UDF അടുപ്പിക്കാൻ സാധ്യതയില്ല കേട്ടോ. എന്നെ എടുക്കുവോ ചോദിച്ചു കിടക്കാൻ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. എന്താ ഇത്? എന്തിനാ കരയുന്നേ? ഒരു ചർച്ചയില്ലല്ലോ. ഒരു ചർച്ചയില്ല. നിങ്ങളിനി പറ്റുവാണെങ്കിൽ ഒന്ന് അമേരിക്ക വരെ പോയിട്ട് ആ ട്രംപിനോടൊന്ന് സംസാരിച്ചോ കേട്ടോ. ചിലപ്പോൾ മൂപ്പരെ പാർട്ടിയായിട്ട് ലയിക്കാൻ പറ്റും. എനിക്ക് തിരക്കില്ലാത്ത ആള്. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയില്ല ഇവിടെ വന്നിരിക്കുന്നു. അല്ല, ഇപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ് തൃണമൂലുമായിട്ടൊരു ലയനത്തിന് ശ്രമിക്കാൻ കാരണം? അതൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് കൂടിയാവും. ഓ, അതാണ്. ആന്റി കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതാണ് DMK-ന്റെ പ്രശ്നം. TMCക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ക്ലച്ച് ഇല്ലാത്തുള്ളൂ. അവിടെ ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്കും ഉണ്ട്. ഇതാ ഈ തൃണമൂലിന് ബംഗാളിൽ മാത്രമേ കാര്യമായിട്ട് ക്ലച്ച് ഉള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ കാര്യമായിട്ടൊരു മുന്നണി യോഗത്തിനൊക്കെ പങ്കെടുക്കണമെങ്കിലേ ബംഗാൾ വരെ പോണ്ടി വരുവേ. ഇപ്പൊ കാരണം പുതിയ വണ്ടികളൊന്നും ക്ലച്ച് ഇല്ലാത്താണല്ലോ, അറിയാലോ, ഓട്ടോമാറ്റിക് ഡ്രൈവാണ്. അപ്പൊ ഈ അൻവറിന് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ലയിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ കാണാം. തിരക്കില്ലാത്ത രാഷ്ട്രീയക്കാരൻ തന്നെ. ശരി.